ജീവിത ദുരിതങ്ങളുടെ പ്രഖരമേറ്റ് തെരുവിലെത്തിപ്പെട്ട ഒരു പെൺകുട്ടി. അവൾ ജീവിതത്തോട് നടത്തുന്ന പോരാട്ടം. പേരുകേട്ട ഹാർവാർഡിൽ പഠിച്ചിറങ്ങി ലോകം മുഴുവനെയും പ്രചോദിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചവൾ. അതാണ് ലിസ് മുറെ. വിങ്സ് ഓഫ് ഫയർ, ലോകത്തെ പ്രചോദിപ്പിച്ച മനുഷ്യരുടെ കഥ. ഹിപ്പി സംസ്കാരത്തിൽ അടിയുറച്ച ഒരു കുടുംബത്തിലേക്കാണ് ലിസ് മുറെ ജനിച്ചു വീഴുന്നത്. അവളുടെ മാതാപിതാക്കൾ മയക്കുമരുന്നിന് അടിമകളായിരുന്നു. ഇരുവരും എയ്ഡ്സ് ബാധിതരായി 1906 അമ്മയും 2006 പിതാവും മരണമടഞ്ഞു. അമ്മയുടെ മരണത്തോടെയാണ് അവൾക്ക് തലചായ്ക്കാൻ ഒരു വീടില്ലാതായത്. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രക്കുകളിലും വഴിയോരങ്ങളിലുമെല്ലാം അക്കാലത്ത് ലിസ് അന്തിയുറങ്ങി. അന്നവൾക്ക് 15 വയസ്സായിരുന്നു പ്രായം. അത്തരമൊരു ദിവസം അവൾ തീരുമാനിക്കുകയാണ്, തനിക്ക് ജീവിതം തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഞാനും എൻ്റെ അമ്മയെപ്പോലെ എന്നോട് തന്നെ പറയുമായിരുന്നു, ഒരു ദിവസം എല്ലാം ശരിയാവും, ഒരു ദിവസം എൻ്റെ ജീവിതം നേരെയാക്കും. പക്ഷേ എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞ് ഒരിടത്തും എത്താതെ ഒരു ദിവസം ഈ ലോകത്തു നിന്ന് വിടവാങ്ങി. അന്നെനിക്കൊരു കാര്യം മനസ്സിലായി, ഇന്ന് ഞാൻ എൻ്റെ ജീവിതം നേരെയാക്കാൻ ആരംഭിക്കുന്നില്ലെങ്കിൽ, ഇന്ന് ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നില്ലെങ്കിൽ അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. താൻ ചുറ്റും നോക്കാൻ തുടങ്ങിയാൽ, താൻ പരിശ്രമിക്കാൻ തുടങ്ങിയാൽ എവിടെയെങ്കിലും ഒരവസരം കിട്ടാതിരിക്കുകയില്ല. എവിടെയെങ്കിലും ഒരു ചെറിയ പിടിവള്ളി മതി തനിക്ക് പിടിച്ചു കയറി പോവാൻ എന്നവൾ തീരുമാനിച്ചിരുന്നു. തൻ്റെ വിധി താൻ തീരുമാനിക്കുമെന്ന് അവൾ മനസ്സിലുറപ്പിച്ചു. തിരികെ സ്കൂളിലേക്ക് മടങ്ങാൻ അവൾ തീരുമാനിച്ചു. മുടങ്ങിപ്പോയ പഠനം നല്ല രീതിയിൽ പൂർത്തീകരിക്കണം. 15-ാം വയസ്സിൽ പടിയിറങ്ങിയ അവളുടെ ഹൈസ്കൂൾ പഠനം ആരംഭിക്കുന്നത് 17-ാം വയസ്സിലാണ്. അവളുടെ പ്രായത്തിലുള്ള കുട്ടികൾ പഠിച്ച് മുമ്പോട്ട് പോയി. അവരെല്ലാം ഗ്രാജുവേഷൻ പഠനം ആരംഭിക്കുകയാണ്. എവിടെയും എത്താതെ ഇവൾ പിന്നിലായിപ്പോയി. ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലായിപ്പോയി. പക്ഷേ ലിസിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സഹായിക്കാൻ ഒരു ടീച്ചർ മുൻകൈയെടുക്കുകയാണ്. അങ്ങനെ 2 വർഷം കൊണ്ട് അവൾ ഹൈസ്കൂൾ പഠനം പൂർത്തീകരിച്ചു. അന്തിമയങ്ങുമ്പോൾ എല്ലാവരും തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ അവൾക്ക് തലചായ്ക്കാൻ ഒരിടം അന്വേഷിക്കണമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്കൂളിൽ നിന്ന് പേരുകേട്ട ഹാർവാർഡ് യൂണിവേഴ്സിറ്റി കാണാൻ ഒരു യാത്ര നടത്തുന്നത്. ആ യാത്രയിൽ അവളുടെ മനസ്സിൽ ഒരു സ്വപ്നത്തിന്റെ വിത്ത് പാകി. എനിക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം. അത് അവളൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തു. ആ സമയത്താണ് ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള അപേക്ഷ അവൾ കാണുന്നത്. അതിനുവേണ്ടി അവൾ പരിശ്രമിച്ചു. അങ്ങനെ 1000 കുട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 6 പേരിൽ ഒരാളായി അവൾ ഹാർവാർഡിലെത്തി. ലിസ് മുറെ പറയുന്നുണ്ട്, ജീവിതം ഒരു ഫോർക്ക് പോലെയാണ്. ഓരോ ദിവസവും നമ്മൾ 1000 ജംഗ്ഷനുകളിൽ എത്തുന്നുണ്ട്. അവിടെ നിന്ന് എങ്ങോട്ട് തിരിയണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നുമുണ്ട്. ആ തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതം എവിടെയെത്തുമെന്ന് നിശ്ചയിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം പോലും ചെറുതല്ല. ലിസ് മുറെ പറഞ്ഞു വെക്കും, there is always a way through things if you work hard enough and look close. It all depends on your level of determination. ഈ ഡിറ്റർമിനേഷൻ നേടിയെടുക്കും എന്നുള്ളൊരു ഉറപ്പാണ്, എന്നുള്ളൊരു ഉറച്ച മനസ്സാണ് നമുക്ക് വേണ്ടത്. ന്യൂയോർക്ക് ടൈംസിന്റെ സ്കോളർഷിപ്പ് കിട്ടിയത് പുതിയൊരു വഴി തുറക്കലായിരുന്നു. അവിടെ നിന്നാണ് ഇന്നറിയപ്പെടുന്ന മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയായ ലിസ് മുറെയുടെ ജീവിതത്തിന്റെ ഗ്രാഫ് ഉയരുന്നത്. 15-ാം വയസ്സിൽ തെരുവിലേക്ക് വലിച്ചയക്കപ്പെട്ട ഒരു പെൺകുട്ടി എത്തിച്ചേരാനിടയുള്ള സാമാന്യമായ ഒരിടത്തെക്കുറിച്ച് ആർക്കും ചിന്തിക്കാവുന്നതേയുള്ളൂ. പക്ഷേ അത്തരം മുൻധാരണകളെ മാറ്റിമറിച്ചുകൊണ്ട് വേണം ലിസിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലാൻ. ലിസ് തന്റെ അതിശയകരമായ ജീവിത പരിണാമം വിവരിക്കുന്ന കൃതിയാണ് ബ്രേക്കിംഗ് നൈറ്റ്. അവർ അതിന് കൊടുത്തിരിക്കുന്ന ഉപശീർഷകം എന്ന് പറയുന്നത് തന്നെ എ മെമ്മറി ഓഫ് ഫോർഗിവ്നെസ്, സർവൈവൽ ആൻഡ് മൈ ജേർണി ഫ്രം ഹോംലെസ് ടു ഹാർവാർഡ് എന്നാണ്. ഒരു ക്ഷമയുടെയും അതിജീവനത്തിന്റെയും കൂടി കഥയാണ് ഈ പുസ്തകം പറയുന്നത്. ഇനിയൊരു മടങ്ങിവരവുണ്ടോ, ജീവിതത്തിൽ പ്രതീക്ഷകളുണ്ടോ, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്ത് എടുക്കുന്ന ഒരു തീരുമാനമാണ് വലിയൊരു വഴിത്തിരിവിന് കാരണമാകുന്നത്. ജീവിതം നമുക്ക് വെച്ച് നീട്ടുന്നത് ഏറ്റവും മനോഹരമായ അവസരങ്ങളാവണമെന്നില്ല, ഏറ്റവും മികച്ച സാഹചര്യങ്ങളാവണമെന്നില്ല ജീവിതം നമുക്ക് മുമ്പിൽ കൊണ്ടുതരുന്നത്. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെല്ലാം നമ്മളോട് ഏറ്റവും നന്നായി പെരുമാറുമെന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. പക്ഷേ ഇതിനെയെല്ലാം ഉൾക്കൊള്ളാനും ഇതിനെയെല്ലാം നേരിടാനുമുള്ള ഒരു വലിയ മനസ്സാണ് ഇവിടെ നമുക്ക് വേണ്ടത്. സ്വന്തം ജീവിതം സ്വന്തം കൈകളിലാണ് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് അവരുടെ ജീവിതം മാറി മറിഞ്ഞത്. നമ്മൾ പലരോടും ക്ഷമിക്കേണ്ടവരും, ചിലപ്പോൾ ഒരുപാട് നാളുകൾ കാത്തിരിക്കേണ്ടവരും, പിടിച്ചു നിൽക്കേണ്ടവരും. ആ ധൈര്യമാണ്, ആ മനസ്സിന്റെ ശക്തിയാണ് നമ്മളെ ജീവിതത്തിൽ മുമ്പോട്ട് നയിക്കുന്നത്. ജീവിതത്തെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് ലിസിന്റെ ബ്രേക്കിംഗ് നൈറ്റ് എന്ന പുസ്തകം നമുക്ക് പറഞ്ഞു തരും. ജീവിക്കാൻ തുടങ്ങുന്ന ഒരാൾക്ക്, സ്വപ്നങ്ങളെ പിന്തുടരുന്ന ഒരാൾക്ക് പ്രതിസന്ധികൾക്ക് യാതൊരു കുറവും ഉണ്ടാവുകയില്ല. പക്ഷേ ഉള്ളിൽ പ്രത്യാശയും ആത്മവിശ്വാസവും ധൈര്യവുമുണ്ടെങ്കിൽ അവയെ കഠിനാധ്വാനത്തിലൂടെ മറികടക്കാനാകും. ക്ഷമയോടെ അവസരങ്ങൾ തേടാനുള്ളൊരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അനേകാര്യങ്ങളെ പ്രചോദിപ്പിക്കുന്ന ജീവിതമാണ് ലിസ് മുറയുടേത്. അവരുടെ വാക്കുകളും അനുഭവങ്ങളും അനേകർക്ക് വെളിച്ചം പകരുന്നു. നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് രാത്രികളെ നമുക്കൊരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ആ പ്രഭാതത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ നമുക്കാവണം.
ഹോംലെസ് ടു ഹാർവാർഡ് എന്ന പേരിൽ ലിസ് മുറയുടെ ജീവിതം സിനിമയായി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നുമല്ലാതിരുന്നൊരു പെൺകുട്ടിക്ക്, തെരുവുകളിൽ അലഞ്ഞു നടന്നൊരു പെൺകുട്ടിക്ക് ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് എടുത്ത് ഉയർത്താമെങ്കിൽ, ഇത്രയൊക്കെ നേടിയെടുക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കഴിയില്ല? നമുക്ക് കിട്ടിയിരിക്കുന്ന സാഹചര്യങ്ങൾ എത്രയോ വലുതാണ്.